السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുവാൻ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിചാരണയിൽ വിജയിക്കുവാൻ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാം നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രക്രിയയാണ് വിചാരണ എന്നുള്ളത്. ഭൗതികമായ ലോകത്ത് ഒരുപാട് വിചാരണകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ വിചാരണകളിലൊക്കെ തെളിവുകൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകൾക്ക് വിജയിക്കാൻ കഴിയുന്ന, നല്ല സാമർത്ഥ്യമുള്ള, വാക് സാമർത്ഥ്യമുള്ള ആളുകൾക്ക് വിജയിക്കാൻ കഴിയുന്ന, സ്വാധീനമുള്ള ആളുകൾക്ക് വിജയിക്കാൻ കഴിയുന്ന വിചാരണകളാണ് പലപ്പോഴും ഭൗതികമായ ലോകത്ത് നമുക്കിടയിലൊക്കെ നടക്കാറുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിചാരണയാണ് പരലോകത്ത് നടക്കാനിരിക്കുന്നത്. ആ വിചാരണയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ പങ്കെടുക്കും. സംസാരിക്കാൻ കഴിവില്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങളെയും വിചാരണ ചെയ്യപ്പെടും. കണ്ണ് കാണുന്ന ആളുകളും കണ്ണ് കാണാത്ത ആളുകളും, കാത് കേൾക്കുന്ന ആളുകളും കാത് കേൾക്കാത്ത ആളുകളും, വൈകല്യമുള്ളവരും അംഗവൈകല്യമില്ലാത്തവരും, ഇങ്ങനെ നമുക്കിടയിലുള്ള വ്യത്യസ്തരായ ആളുകൾ മുഴുവനും പങ്കെടുക്കുന്ന ഒരു വിചാരണയെ സംബന്ധിച്ചാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആ വിചാരണ എല്ലാവർക്കും ബാധകമായ വിചാരണയാണ്. നന്മ ചെയ്ത ആളുകളും നന്മ ചെയ്യാതെ തിന്മ ചെയ്ത ആളുകളുമൊക്കെ പങ്കെടുക്കുന്ന ഭാഗമായി മാറുന്ന ഒരു വിചാരണയെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്.
ആ വിചാരണയിൽ മറ്റൊരാളെ സഹായിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഒരാൾക്ക് പോലും ആ വിചാരണയിൽ ഒന്ന് രക്ഷിക്കണമെന്ന് ശുപാർശ ചെയ്യാൻ കഴിയില്ല. മറിച്ച് ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള വിചാരണയാണ്. ആ വിചാരണയുടെ ഏറ്റവും വലിയ സവിശേഷത അപ്പോഴുള്ള ആ വിചാരണയുടെ സമയത്തുള്ള പെർഫോമൻസ് അല്ല അവിടെ വിലയിരുത്തപ്പെടുന്നത്. മറിച്ച് അവിടെ ഈ ലോകത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ഈ ലോകത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട് ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതിനെ മനസ്സിലാക്കി അതിനെ അവലോകനം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിചാരണയാണ്. അവിടെയുള്ള ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകാൻ കഴിയുന്നത് അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കാണ്. മൻ റബ്ബുക്ക എന്ന്, മൻ നബിയുക്ക എന്ന്, മാ ദീനുക്ക എന്ന് ഇങ്ങനെയുള്ള റബ്ബിനെ കുറിച്ച്, നബിയെ കുറിച്ച്, ദീനിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിക്കുമ്പോഴും ആ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ കഴിയുന്ന ആളുകൾ ഇവിടെ എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന്, എൻ്റെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്, എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്ന് അത് കാണാതെ പഠിക്കുകയും, അല്ലെങ്കിൽ അത് നമ്മളൊക്കെ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ അത് നിരന്തരമായി പഠിച്ചതുകൊണ്ട് മാത്രം ഉത്തരം പറയാൻ കഴിയില്ല. അവിടെയുള്ള ഖബറിലുള്ള ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ഇവിടെ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം തന്നെ ഖുർആൻ വിശദീകരിക്കുന്നത് മരണത്തെക്കുറിച്ചാണ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. അവിടെ വളരെ സംക്ഷിപ്തമായി സൂറത്തു ആൽ ഇംറാനിലൂടെ അല്ലാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം അനുഭവിക്കും. മരിക്കുമെന്നല്ല, മരണം അനുഭവിക്കും. എന്താ മരണം അനുഭവിക്കുക എന്ന് പറയാനുള്ള കാരണം? മരണത്തിന് വേദനയുണ്ട്. ആ വേദന ഓരോരുത്തരും അനുഭവിക്കേണ്ട വേദനയാണ്. എല്ലാ ആളുകളും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മരണപ്പെടുന്ന സമയത്ത് സ്വഹാബികളോട് പറയുന്നുണ്ട്, നിങ്ങൾ 2 പേർ അനുഭവിക്കുന്ന വേദന ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ എല്ലാവരും, മരണപ്പെടുന്ന മുഴുവൻ ആളുകളും അനുഭവിക്കുന്ന വേദനയുണ്ട്. ആ വേദനയോടുകൂടെയാണ് ഓരോരുത്തരും മരണപ്പെടുന്നത്. പക്ഷേ ആ മരണത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിനൊരു അർത്ഥമല്ല. കാരണം ഇവിടെ എല്ലാവരും ഒരേപോലെയല്ല ജീവിക്കുന്നത്. ഇവിടെ സമ്പന്നരുണ്ട്, ഇവിടെ ദരിദ്രരുണ്ട്, ഇവിടെ ആരോഗ്യമുള്ളവരുണ്ട്, ഇവിടെ രോഗികളുണ്ട്, ഇവിടെ 100 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുന്നവരുണ്ട്. എന്നാൽ 20 വയസ്സിന് മുമ്പ് തന്നെ ജീവിതം പിച്ച വെച്ച് തുടങ്ങുമ്പോൾ തന്നെ മരണപ്പെടുന്ന ആളുകളുണ്ട്, ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിച്ചാൽ അതിനൊരു അർത്ഥമില്ലാതെയായി മാറും. അവിടെയാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം അത് മരണാനന്തര ജീവിതത്തിലാണ് ലഭിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെയും പ്രതിഫലം, പൂർണ്ണമായ പ്രതിഫലം നമുക്കിവിടെ ലഭിക്കുന്നില്ല. നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൻ്റെ പുണ്യം നമുക്ക് ഇവിടെ വെച്ചല്ല ലഭിക്കുന്നത്. നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, നമ്മൾ ദീനിൻ്റെ മാർഗത്തിൽ ദഅവാ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പോകുമ്പോൾ, അതൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾ പറയാറില്ല, എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും എനിക്ക് പരീക്ഷണങ്ങൾ വരുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അള്ളാന്റെ മാർഗത്തിൽ ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് പറഞ്ഞ് അവർ പ്രതീക്ഷിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യം ഇവിടെ വെച്ച് ലഭിക്കണമെന്നാണ്. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. നിങ്ങൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ലഭിക്കുന്നത് മരണാനന്തര ജീവിതത്തിലാണ്. അവിടെ ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അവിടെ ആരാണ് നരകത്തെ അകറ്റി നിർത്തി സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്? ഫഖദ് ഫാസ്, അവരാണ് വിജയികളായിട്ടുള്ള ആളുകൾ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ഐഹിക ജീവിതം അത് കബളിപ്പിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ഇവിടെ പരിശുദ്ധ ഖുർആൻ എന്താണ് ജീവിത വിജയം, നമ്മൾ സക്സസ് ആയി എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും?
എന്താണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ വിജയം എന്താണ്? ആ വിജയമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അവിടെ ആരാണ് നരകത്തെ അകറ്റി നിർത്തി സ്വർഗത്തിൽ പ്രവേശിച്ചത്, ഫഖദ് ഫാസ്, അവരാണ് വിജയികൾ. അപ്പൊ നമ്മുടെ വിചാരണയിൽ നമ്മൾ എങ്ങനെയാണ് വിജയിക്കുക? നമ്മുടെ വിചാരണയിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവിടെ ആദ്യമായി ആ വിചാരണ കഴിയുന്നതോടുകൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയണം. ആ വിചാരണ കഴിയുന്നതോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ ഫഖദ് ഫാസ്, അവരാണ് വിജയികൾ. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താഉൽ ഉറൂർ. ഈ ഐഹിക ജീവിതം എന്നുള്ളത് കബളിപ്പിക്കുന്ന വിഭവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കാനുള്ള മാനദണ്ഡങ്ങളായി ഇസ്ലാം എന്തെല്ലാം കാര്യങ്ങളാണോ പഠിപ്പിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധയൂന്നുകയും ബാക്കി നമുക്ക് ഭൗതികമായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഇതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചു കളയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, താൽക്കാലികമായ സുഖങ്ങളും സൗകര്യങ്ങളും നൽകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അവയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സക്സസ് എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കലാണ്. അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വിചാരണയിൽ വിജയിക്കാൻ കഴിയുന്നത്. ഒരിക്കലും നമ്മുടെ സമ്പത്തുണ്ടായതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. നമുക്ക് ആരോഗ്യമുണ്ടായതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. മറിച്ച് ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ഖുർആൻ പറഞ്ഞത് നരകത്തെ അകറ്റി നിർത്തുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ്, അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് എന്നാണ്. വിചാരണയുടെ സമയത്ത് നമ്മുടെ കർമ്മങ്ങളെല്ലാം തൂക്കി നോക്കും. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന, അതാണ് വിചാരണ എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു പെർഫോമൻസ് അല്ല. നമ്മൾ പടച്ചോൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വിചാരണയുടെ സമയത്തുള്ള നമ്മുടെ പ്രകടനമല്ല യഥാർത്ഥത്തിൽ വിചാരണയിൽ വിജയിക്കാൻ മാനദണ്ഡമായിട്ടുള്ളത്. മറിച്ച് ഇവിടെയുള്ള നമ്മുടെ ഓരോ കർമ്മങ്ങളും, നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, ആ പ്രവർത്തനങ്ങളെ തൂക്കി നോക്കുന്ന ഒരു രംഗം വരാനുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും തൂക്കി നോക്കും. എന്നിട്ടോ ഫമൻ തഖുലത് മവാസീനു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവിടെ നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോൾ ആരുടെ കർമ്മങ്ങളാണോ കനം തൂങ്ങിയത്, അവരാണ് വിജയികളായ ആളുകൾ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ തുലാസുകൾ, കർമ്മങ്ങൾ അളന്നു നോക്കുന്ന തുലാസുകൾ കനം തൂങ്ങാൻ സാധിക്കണം. അല്ലെങ്കിൽ വമൻ ഖഫ്ഫത് മവാസീനു ഫഉലൈക അല്ലദീന ഖസറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. അവിടെ നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോൾ ആ കർമ്മങ്ങളുടെ തുലാസ് കനം കുറവാണ് എങ്കിൽ അവരാണ് നഷ്ടക്കാർ. അവരാണ് നഷ്ടക്കാർ എന്ന് മാത്രമല്ല, അവർ സ്ഥിരവാസികളായിരിക്കും നരകത്തിൽ. ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കല്ല. നമ്മുടെ ഈ ലോകത്ത് ഇവിടെയുള്ള തീയിൻ്റെ തന്നെ ചൂടിൻ്റെ ഒരു കാഠിന്യം നമുക്കറിയാമല്ലോ. നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം, ഇപ്പോൾ ചിക്കനൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതൊക്കെ ഒരു 5 മിനിറ്റ് ഇതേപോലെ തീയിലൊന്ന് കറക്കി കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കാൻ ആവശ്യമായ രൂപത്തിൽ വെന്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണ്. എന്നാൽ ഇതിൻ്റെ ഇരട്ടിയിൽ, ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ചൂടുള്ള നരകം, ആ നരകത്തിൽ സ്ഥിരവാസികളായിരിക്കും. 1-2 ദിവസമല്ല, സ്ഥിരവാസികളായിരിക്കും. മരണമില്ലാതെ മുഴുവൻ ദിവസവും നരകത്തിൽ കിടക്കേണ്ട അവസ്ഥ മനുഷ്യർക്കുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരാണ് നഷ്ടക്കാരായ ആളുകൾ. അവരാണ് ഈ ലോകത്തും പരലോകത്തും നഷ്ടം സംഭവിച്ച ആളുകൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ വിചാരണ എങ്ങനെയായിരിക്കും? നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ലിസ്റ്റ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. രേഖ നമുക്ക് ലഭിക്കും. നമ്മൾ ആ രേഖ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയും. സ്വയം വിചാരണയാണ്. ആ രേഖ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുകയാണ് ഞാൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന്. പരിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്ന ആളുകളോട് ആ വിഷയം കൃത്യമായി സംസാരിക്കുന്നുണ്ട്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി. ഈ രേഖ തരും. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ രേഖ നമ്മുടെയൊക്കെ കയ്യിൽ തരും. അത് ചില ആളുകൾക്ക് വലതു ഭാഗത്തിലൂടെയാണ് കിട്ടുക, ചില ആളുകൾക്ക് ഇടതു ഭാഗത്തിലൂടെയാണ് കിട്ടുക. 2 രൂപത്തിലാണ് നമ്മുടെ കൈകളിലേക്ക്
നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ രേഖ ലഭിക്കുന്നത് ഒന്ന് വലതു ഭാഗത്തിലൂടെയാണ്, രണ്ടാമത്തത് ഇടതു ഭാഗത്തിലൂടെയാണ്. വലതു ഭാഗത്തിലൂടെ രേഖ ലഭിക്കുന്ന ആളുകൾ അവർ പറയും ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ. എല്ലാവരോടും പറയണം, നിങ്ങൾ ഈ രേഖയൊന്ന് വായിച്ചു നോക്കിയും. എന്തൊരു സന്തോഷമായിരിക്കോ അവർക്ക്, എന്തൊരു സന്തോഷമായിരിക്കും. എല്ലാവരോടും പറയാണ്, നിങ്ങൾ ഈ രേഖയൊന്ന് വായിച്ചു നോക്കണം, ഈ രേഖയൊന്ന് വായിച്ചു നോക്കണമെന്ന്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, പരീക്ഷയിൽ അധിക മാർക്ക് ലഭിക്കുന്ന കുട്ടികൾ വീട്ടിൽ വന്നാൽ അവരെന്താ ചെയ്യുക? ആദ്യം തന്നെ ബാഗ് തുറന്ന് പരീക്ഷ എഴുതിയ പേപ്പർ എടുത്ത് ആ മാർക്ക് എഴുതിയ ഭാഗം ഉമ്മയെയും ഉപ്പയെയും വീട്ടിൽ ബാക്കിയുള്ള ആളുകളെയൊക്കെ കാണിച്ചു കൊടുക്കും. അവരുടെ സന്തോഷമാണ് അല്ലെ. ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതി നിരന്തരമായി അധ്വാനിച്ചിരുന്നു, ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഉറക്കം ഒഴിവാക്കി പഠിച്ചതിന്റെ റിസൾട്ടാണ് ഉമ്മ ഇത് എന്ന് പറഞ്ഞ് ഉമ്മയുടെ മുന്നിൽ പേപ്പർ കാണിച്ചു കൊടുക്കുന്ന കുട്ടികളില്ലേ? അതേപോലെ ആയിരിക്കും ഈ രേഖ കിട്ടിയ വലതു ഭാഗത്തിലൂടെ രേഖ കിട്ടിയ ആളുകൾ കാണിക്കുക സന്തോഷം കൊണ്ട്. ഇത്ര ദിവസം ഞാൻ എന്തെല്ലാം ത്യജിച്ചു എന്നറിയോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ മദ്യപിക്കുവാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ അതൊക്കെ തട്ടിത്തെറിച്ച് വന്നവനാണ് ഞാൻ. കാരണം എനിക്കവിടെ മദ്യമല്ല ആവശ്യം, എൻ്റെ രക്ഷിതാവ് മദ്യപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചോനെ ഞാനതിൽ നിന്ന് മാറി നിന്നിരുന്നു. അള്ളാഹുവിനെ അല്ലാതെ ആരാധിച്ചിരുന്ന, അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചിരുന്ന ആളുകൾക്കിടയിൽ ജാരങ്ങളിലും മക്ബറകളിലുമൊക്കെ നേർച്ചകളും ആരാധനകളുമായി കടന്നിരുന്ന സമൂഹത്തിന്റെ മുന്നിൽ അതെല്ലാം ഒഴിവാക്കി ഷിർക്കിൽ നിന്ന് മുക്തനായി തൗഹീദ് അനുസരിച്ച് ജീവിച്ചപ്പോൾ എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാർഗത്തിൽ സഞ്ചരിച്ചത്. അതുകൊണ്ട് അവിടെ എനിക്ക് കുടുംബക്കാരെ ഒഴിവാക്കി വന്നിട്ടുണ്ട്, കൂട്ടുകാരെ ഒഴിവാക്കി വന്നിട്ടുണ്ട്, നാട്ടുകാരോട് പ്രയാസത്തോടുകൂടെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതാ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് ഇവിടെ കാണുന്നത് എന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. ഹാ ഉഖ്റഉ കിതാബിയ, നിങ്ങൾ ഈ രേഖയൊന്ന് വായിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ അവർ സംസാരിക്കുകയാണ്. എന്നിട്ട് ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇത് വെറുതെ കിട്ടിയതല്ല. ഈ രേഖ ഇങ്ങനെ എനിക്ക് സന്തോഷിക്കാൻ വക നൽകാനുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു വിചാരണ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതാണ്, ഞാൻ മനസ്സിലാക്കിയതാണ്. ഇങ്ങനെ വിചാരണ ഉണ്ടാകും, ആ വിചാരണയിൽ ഞാൻ ചെയ്ത നന്മകളാണ് അവിടെ പരിഗണിക്കപ്പെടുക എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത്. ഫഹുവ ഫി ഈശത്തിർ റാദിയ, അയാൾ സന്തോഷത്തിലായിരിക്കും, തൃപ്തികരമായ ജീവിതമായിരിക്കും അവിടെ അയാൾ നയിക്കുക. ഫി ജന്നത്തിൻ ആലിയ, എവിടെ നിന്നറിയോ? അങ്ങനെയുള്ള ആളുകൾ വലതു ഭാഗത്തിലൂടെ രേഖ ലഭിക്കുന്ന ആളുകൾ അവർ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. ഫി ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അവരോട് പറയും, വലതു ഭാഗത്തിലൂടെ രേഖ ലഭിക്കുന്ന ആളുകളോട് പറയും, നിങ്ങൾ ഇഷ്ടമുള്ളത് തിന്നുകൊള്ളുവിൻ, കുടിച്ചോളിൻ, എന്താണോ ആവശ്യമുള്ളത് അതൊക്കെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് അവരോട് പറയും എന്നാണ്. ഇതാണ് ഒരു വിഭാഗം. രേഖ ലഭിക്കുന്ന, വിചാരണയുടെ സമയത്ത് രേഖ ലഭിക്കുന്ന ഒരു വിഭാഗം വലതു ഭാഗത്തിലൂടെ രേഖ ലഭിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റിന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, ഇടതു ഭാഗത്തിലൂടെയാണ് പിന്നുള്ള ഒരു വിഭാഗം, രേഖ ലഭിക്കുന്ന വിഭാഗം ഇടതു ഭാഗത്തിലൂടെയാണ്. അവർക്ക് ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, അവർ പറയുന്നതാരോ, എനിക്ക് ഇങ്ങനത്തെ ഒരു രേഖ തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, പരീക്ഷയ്ക്ക് മാർക്കിട്ടിയ ആളുകൾ, കുട്ടികൾ വീട്ടിൽ പരീക്ഷ പേപ്പർ വന്ന് തരുന്ന ഒരു രീതി പറഞ്ഞല്ലോ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കുട്ടികൾക്ക് 50 മാർക്ക് കിട്ടേണ്ട സ്ഥലത്ത് 2 or 3 മാർക്കാണെങ്കിൽ ആ പേപ്പർ കൊണ്ട് കുട്ടികൾ എങ്ങനെ വീട്ടിലേക്ക് വരികയെന്ന് എത്ര ആളുകളെ കാണിച്ചു കൊടുക്കുന്നത്? പല കുട്ടികളും രക്ഷിതാക്കളുടെ ഒപ്പ് വരെ സ്വന്തം കൈകൊണ്ടിട്ട് അധ്യാപകരെ കാണിച്ചു കൊടുക്കുന്ന കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരാളെ കാണിക്കാൻ പറ്റൂല എന്ന് അവർക്കറിയാം. ഞാനിത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറായിട്ടില്ല, അങ്ങനെ ഒരുങ്ങിയിട്ടല്ല, ഞാൻ അങ്ങനെ ഒരുങ്ങിയിട്ടേ അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പേപ്പർ ഞാനല്ലാതെ ഒരാൾ കാണുന്നത് തന്നെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരാളെയും കാണിക്കാതെ ബാഗിനുള്ളിൽ ഭദ്രമായി വെക്കും. അതേ അവസ്ഥയാണ് ഇയാൾ പറയാണ്.
ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, ഇങ്ങനെ ഒരു രേഖ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ, വലം അദ്രി മാ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണയെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ അറിയാത്തോണ്ടല്ല, ഈ വിചാരണയ്ക്ക് വേണ്ടി അയാൾ ഒരുങ്ങിയിട്ടില്ല. ഇവിടെ നമ്മൾ ഇങ്ങനെ വിചാരണയുണ്ട്, ആ വിചാരണയിൽ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും ആ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാതെ ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകളായിരിക്കും അവര് അങ്ങനത്തെ ഒരു വിചാരണയെ പ്രതീക്ഷിക്കുന്നേയില്ല. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, മരണത്തോടുകൂടെ എൻ്റെ ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കും. കാരണം എന്താണെന്നറിയോ? അവർക്ക് മരണം വരെ അവർ ആസ്വദിച്ചു. ഇവിടെ എന്തെല്ലാം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും അവർ ആസ്വദിച്ചിട്ടുണ്ട്. ഇവിടെ എന്തെല്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ടോ അത് മുഴുവനും അവർ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. അവരൊന്നുപോലും അവർക്ക് സന്തോഷം കിട്ടുന്ന ഒന്നിൽ നിന്ന് പോലും അവർ മാറി നിന്നിട്ടില്ല. അവർക്ക് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. അത് മറ്റുള്ളവരുടെ ഹറാമാണോ ഹലാലോ എന്ന് നോക്കിയിട്ടില്ല, മറ്റുള്ള ആളുകളെ ബാധിക്കുമോ എന്ന് ചിന്തിച്ചിട്ടില്ല. ഒന്നും ചിന്തിക്കാതെ തോന്നിയതുപോലെ ജീവിച്ച ആളുകൾ പറയാണ്, ഈ മരണത്തോടുകൂടെ എൻ്റെ ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. കാരണം ഹലക അന്നി സുൽത്താനിയ, അവിടെ അയാളുടെ അധികാരം അയാളെ നശിപ്പിച്ചിരിക്കുന്നു. ഖുദൂഹു മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, അയാൾക്ക് പണമുണ്ടായിരുന്നു, പവർ ഉണ്ടായിരുന്നു, പക്ഷെ ആ പണം കൊണ്ടോ പവർ കൊണ്ടോ ഒന്നും അവിടെ രക്ഷ നേടാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ അധികാരം കൊണ്ട് അവിടെ രക്ഷ നേടാൻ കഴിഞ്ഞിട്ടില്ല. പറയും ഖുദൂഹു ഫഗുല്ലു സുമ്മൽ ജഹീമ സല്ലു സുമ്മ ഫീ സിൽസിലത്തിൻ ദറഉഹാ 70 ദിറാഅൻ ഫസ്ലുകു. ഖുദൂഹു ഫഗുല്ലു, അയാളെ പിടിക്കിൻ, അയാളെ ബന്ധിക്കിൻ, എന്നിട്ട് ആ കത്തി ജ്വലിക്കുന്ന നരകത്തിലേക്ക് തള്ളിയിടുവിൻ എന്ന് മലക്കുകളോട് ആജ്ഞാപിക്കും. അവിടെ കൽപ്പന ലഭിക്കും. ഇതാണ് 70 മുഴമുള്ള ചെങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അത്തരം ആളുകളെ നരകത്തിലേക്ക്, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് തള്ളിയിടും. കാരണം എന്താണെന്നറിയോ? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, അല്ലാഹുവിലുള്ള വിശ്വാസം അയാൾക്കില്ലായിരുന്നു. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ അയാൾ താല്പര്യം കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖുദൂഹു ഫഗുല്ലു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നരകത്തിലേക്ക് തള്ളിയിടുവാൻ അള്ളാഹു പറയും. മലക്കുകൾ ആ രൂപത്തിൽ അത് ചെയ്യുകയും ചെയ്യും. ഇതാണ് 2 വിഭാഗം ആളുകൾ. അപ്പൊ ഇവിടെ നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മളെല്ലാവരും സ്വർഗത്ത് പോയി എഴുതിയിട്ട് പടച്ചോൻ അതുകൊണ്ട് ഒരു മെച്ചമല്ല, നമ്മളെല്ലാവരും നരകത്ത് പോയി എഴുതിയിട്ട് പടച്ചോൻ അതുകൊണ്ട് ഒരു നഷ്ടമല്ല. മറിച്ച് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം, നമ്മൾ സ്വർഗത്തിൽ പോകണോ അതല്ല നമ്മൾ നരകത്തിൽ പോകണോ എന്ന്. നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. വിചാരണയുടെ സമയത്ത് നമുക്ക് വലതുഭാഗത്തിലൂടെയാണോ രേഖ ലഭിക്കേണ്ടത് അതല്ല ഇടതുഭാഗത്തിലൂടെയാണോ എന്ന്. പക്ഷെ ഇവിടെ കൃത്യമായി ഖുർആൻ പറഞ്ഞു തരുന്നു, വലതുഭാഗത്തിലൂടെ ലഭിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കഴിയും. അതല്ല ഇടതുഭാഗത്തിലൂടെയാണ് നിങ്ങൾക്ക് രേഖ ലഭിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവിടെ നിങ്ങൾക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, മലക്കുകൾ നിങ്ങളെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് ചുട്ടുപൊള്ളുന്ന നരകത്തിൽ നിങ്ങളെ കൊണ്ടുപോയി തള്ളിയിടും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. അവിടെ നമുക്ക് ഇവിടത്തെ പോലെ നമുക്ക് സാമർത്ഥ്യം കൊണ്ട് വിജയിക്കാൻ കഴിയൂല. അവിടെ നമ്മുടെ നാവല്ല സംസാരിക്കുക, അല്ലെ? നമ്മൾ വാദിക്കാറുണ്ടല്ലോ. എവിടെയാണ് വാദിക്കാത്ത? വീട്ടിൽ കയറിയാൽ വീട്ടിൽ നമ്മൾ വാദിച്ച് ജയിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഒരു സംഘടനയിലാണെങ്കിൽ അവിടെ നമ്മൾ വാദിച്ച് ജയിക്കാനാണ് ശ്രമിക്കുക. നമ്മൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ നമ്മൾ വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുമെങ്കിൽ സഹോദരങ്ങളെ, ഇവിടെ ഒരിക്കലും നമുക്ക് ജയിക്കാൻ കഴിയൂല. കാരണം എന്താ അറിയോ? അവിടെ ഖുർആൻ പഠിപ്പിക്കണം, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്നേ ദിവസം, വിചാരണയുടെ ദിവസം, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, പടച്ചോൻ ആദ്യം എന്ത് ചെയ്യുന്നറിയ? വായ ആണ് പൂട്ടിക്കളയും. തൊള്ള പൂട്ടെന്ന് പറയില്ലേ, നമ്മുടെ വായ പൂട്ടിക്കളയും. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. പിന്നെ എങ്ങനെയാണിത്? വതുകല്ലിമുനാ ഐദീഹിം, എന്നിട്ട് കൈയാണ് സംസാരിക്കുക.
കൈ എന്താ സംസാരിക്കാന്നറിയോ? ആ കൈ ചെയ്ത കാര്യങ്ങൾ മുഴുവനും സംസാരിക്കും. കാല് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കും. അവ കൈ പറയും, പടച്ചോനെ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കാണ്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എന്നെ ആരും കാണുന്നില്ല എന്നാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തത്. ആ മൊബൈൽ ഫോണിൽ ഞാൻ ഒരുപാട് സ്ക്രോൾ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ കണ്ണ് പറയുമെങ്കിൽ, ചെയ്ത കാര്യങ്ങൾ കൈ പറയുമെങ്കിൽ, ഇങ്ങനെ ഓരോ അവയവങ്ങളും അള്ളാഹുവിനു മുന്നിൽ സാക്ഷ്യം പറയും. നമുക്ക് മറിച്ചൊന്നും പറയാൻ കഴിയാത്ത ഒരു രംഗമാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ ആ ദിവസത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ഇതൊക്കെ നമ്മൾ ചെയ്ത രേഖകളൊക്കെ കിട്ടുമ്പോൾ ചില ആളുകളുടെ ഒരു പ്രയാസമുണ്ട്. മാനസികമായി അവർ അനുഭവിക്കുന്ന പ്രയാസം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹ് വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഈ രേഖ ഇങ്ങനെ കൈ കിട്ടുമ്പോൾ ആളുകൾ പറയണം, എന്തൊരു രേഖയാണിത്, എന്തൊരു രേഖയാണിത്, ചെറുതും വലുതുമായ ഒന്നുപോലും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന്. നമ്മൾ വിചാരിക്കുന്നത് ചില കാര്യങ്ങളൊന്നും അതിലുണ്ടാകൂല, അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാകും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ, നമ്മൾ പോലും മറന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ആ രേഖയിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ, നമ്മൾ ഒരാളും അറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ആ രേഖയിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുകയാണ്. അവർ എന്തൊരു രേഖയാണ്. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതിലൊന്നു പോലും വിട്ടുപോയിട്ടില്ല. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ഇതിലുണ്ടല്ലോ എന്ന് ആ സമയത്ത് പറയുന്ന ഒരവസ്ഥയെ പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരാണ്. സഹോദരങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു രേഖയാണ് നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടാനുള്ളത്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, ഏത് രേഖയാണ് നമ്മൾ വാങ്ങേണ്ടത്, ഏത് ഭാഗത്തിലൂടെയാണ് നമ്മൾ രേഖ വാങ്ങേണ്ടത്. ഇത് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമുക്കിപ്പോൾ തീരുമാനിക്കാൻ കഴിയും. ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ വലതു ഭാഗത്തിലൂടെ മാത്രമേ രേഖ വാങ്ങുകയുള്ളൂ, അതിനുള്ള പ്രവർത്തനങ്ങളെ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അയാൾക്ക് വലതു ഭാഗത്തിലൂടെ രേഖ വാങ്ങാൻ കഴിയും. പക്ഷെ അത് വെറുതെ കിട്ടോ? ഇല്ല, വെറുതെ കിട്ടൂല. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒന്നാമതായി നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാൻ കഴിയണം. നമ്മളിങ്ങനെ പരസ്പരം വെറുപ്പോടുകൂടെ, വിദ്വേഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് അവിടെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവിടെ ഒരിക്കലും നമ്മുടെ സ്വത്തോ അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങളോ ഒരാളും ഒന്നും ഉപകരിക്കാത്ത ദിവസമാണത്. ഇവിടെ നമുക്ക് രണ്ട് ഉപകാരം ഉണ്ടാകും. സ്വത്തുണ്ടെങ്കിൽ നമുക്ക് എന്തും പറഞ്ഞ് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾ നമ്മുടെ കൂടെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ ഈ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യമോ നമ്മൾ നാളിതുവരെ സമ്പാദിച്ചു വെച്ചതോ അതിനൊന്നും ആ ഉപകരിക്കാത്ത ദിവസമാണത്. മറിച്ച് അവിടെ നമുക്ക് ഉപകാരം ലഭിക്കുന്നത് ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു സുരക്ഷിതമായ ഹൃദയം, ആ ഹൃദയത്തിൻ്റെ ഉടമകളായി, ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായി മാറുക എന്നുള്ളതാണ്. അതുമാത്രമാണ് നമുക്ക് അവിടെ ഉപകാരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മുടെ ഹൃദയത്തിൽ എന്താണുള്ളത്? അവിടെ വെറുപ്പും വിദ്വേഷവുമാണോ നമ്മുടെ ഹൃദയത്തിലുള്ളത്? അതോ ക്ഷമയും കാരുണ്യവും ആണോ നമ്മുടെ ഹൃദയത്തിലുള്ളത്? പരസ്പരം സഹായിക്കാനുള്ള മാനസികാവസ്ഥയാണോ ഉള്ളത്? അതല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള മാനസികാവസ്ഥയാണോ ഉള്ളത്? ഇതിലേതാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്? ഏത് രൂപത്തിലുള്ള ആളുകളാണ് നമ്മൾ എന്നുള്ളത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അല്ലാഹു ഒരിക്കലും നമ്മുടെ രൂപത്തിലേക്കല്ല നോക്കുന്നത്, നമ്മുടെ ശരീരം എങ്ങനെയാണ് ശരീരം എന്നല്ല നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് വസ്ത്രമാണ് ധരിച്ചത് എന്നല്ല നോക്കുന്നത്. മറിച്ച് അല്ലാഹു വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. വഅഅമാലിക്കും, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലേക്കാണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, എന്തെല്ലാം ഏതൊക്കെ രൂപത്തിലുള്ള മാനസികാവസ്ഥയാണ് നമുക്കുള്ളത്, അതിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായും അല്ലാഹു നമ്മളെ പരിഗണിക്കുക. അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ശുദ്ധമായ ഹൃദയം അത് നമുക്കുണ്ടാകണം. രണ്ടാമതായി വിചാരണയിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. ഇവിടെ പലപ്പോഴും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. മനുഷ്യരുടെ ഒരു പ്രത്യേകതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുന്നതാണ്. പക്ഷെ വഖൈറുൽ ഖത്താഊന തവ്വാബീൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ആ തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ, ആ തെറ്റുകൾ ചെയ്ത ആളുകളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ്? തൗബ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പശ്ചാത്തപിക്കണം, തൗബ ചെയ്ത് മടങ്ങണം. നമ്മൾ ഒരു ദിവസം ഇന്ന് തെറ്റുകൾ ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മുക്തനായി ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അയാളാണ് വിജയിച്ച വ്യക്തി. പക്ഷെ അവിടെ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരികയാണ് എങ്കിൽ അവിടെ തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് കഴിയണം. ആ തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അത്തരം ആളുകളെ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണെന്ന് അറിയോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം. ആരോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം. ആ അടിമകളുടെ പ്രത്യേകത എന്താണ്? സ്വന്തം ദേഹങ്ങളോട് അതിക്രമങ്ങൾ കാണിച്ചു പോയ, തെറ്റുകൾ ചെയ്ത എൻ്റെ അടിമകളോട് പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഖുർആനിൻ്റെ ആ ഒരു പ്രയോഗത്തിൻ്റെ ആ ഒരു ശൈലിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ അല്ലാഹ് എൻ്റെ അടിമകൾ എന്ന് വിളിച്ച ആളുകൾ ആരാണ്? സ്വന്തം ദേഹങ്ങളോട് തെറ്റുകൾ ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ആരാന്നറിയോ? ആരാ തെറ്റ് ചെയ്ത ആളുകൾ? അവർ മദ്യപാനികൾ ഉണ്ടാകും, വ്യഭിചാരികൾ ഉണ്ടാകും, ശിർക്ക് ചെയ്ത ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിൽ അതിക്രമങ്ങൾ കാണിച്ച ആളുകൾ ഉണ്ടാകും. ഇങ്ങനെ വ്യത്യസ്തമായ തിന്മ ചെയ്ത ആളുകൾ ഉണ്ടാകും. ആ തിന്മ ചെയ്ത ആളുകളെ അല്ലാഹ് വിളിക്കണ എൻ്റെ അടിമകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്താൽ ആ മക്കളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? നമ്മൾ ജോലിക്ക് വിളിച്ച് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്താൽ അയാളോടുള്ള മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അയാളെ പിന്നെ നമ്മുടെ വലിയ വലിയ തെറ്റുകളാണെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്ന് അല്ലെങ്കിൽ എൻ്റെ കൂടപ്പുറപ്പ് എന്ന് പോലും പറയാൻ നമുക്ക് മടിയായിരിക്കും. അത്രയധികം അവരോട് നമുക്ക് ഒരു അകൽച്ചയുണ്ടാകും. അവിടെയാണ് അല്ലാഹ് പറഞ്ഞത്, തെറ്റ് ചെയ്തോ, അങ്ങനെ തെറ്റ് ചെയ്ത എൻ്റെ അടിമകളോട് പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടരുത്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരിക്കലും നിരാശപ്പെടരുത്. കാരണം അല്ലാഹ് എല്ലാ പാപങ്ങളും പുറത്തു തരും. ഏറ്റവും വലിയ പാതകം ഏതാണ്? ശിർക്കാണ്. ഏറ്റവും വലിയ തിന്മ. ഖുർആൻ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹ് ഒരിക്കലും പുറത്തു തരില്ല എന്ന് പഠിപ്പിച്ച പാതകമാണ് ശിർക്ക്. ആ ശിർക്ക് പോലും ഒരാൾ പശ്ചാത്തപിച്ചാൽ, തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ആ ശിർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലെ, വളരെ ഗൗരവത്തോടു കൂടെയാണ്. ശിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടാൽ
അയാൾ ഒരിക്കലും വിചാരണയിൽ വിജയിക്കില്ല. തൗഹീദില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മരണാനന്തര ജീവിതത്തിലെ വിചാരണയിൽ ഒരിക്കലും അയാൾക്ക് വിജയിക്കാൻ കഴിയില്ല. പക്ഷേ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ആ വ്യക്തികളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു പറയാണ്, എങ്ങനെയാണെന്നറിയോ? ഒരാള് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന ആളുകളോട് അള്ളാഹുവിന് ഇഷ്ടമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒട്ടകം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ആ ഒട്ടകം തിരിച്ചു കിട്ടിയപ്പോ അയാൾ പറയാണ്, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക, അള്ളാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് ഒരാൾ പറഞ്ഞുപോയി എന്നാണ്. യഥാർത്ഥത്തിൽ അയാൾ പറയേണ്ടിയിരുന്നത് അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്, ഞാൻ നിന്റെ അടിമയാണ് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ ആ സന്തോഷം കൊണ്ട് അയാൾ അത് പറഞ്ഞുപോയി. അത്രമാത്രം അയാൾക്ക് ഒട്ടകം നഷ്ടപ്പെട്ട് ഇനി ആ ഒട്ടകം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച് മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഇപ്പോൾ ഞാൻ മരണപ്പെട്ടു പോകും എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒട്ടകം തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം എങ്ങനെയാണോ അതേപോലെ സന്തോഷമായിരിക്കും അള്ളാഹുവിന് നമ്മൾ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. അള്ളാഹു രാത്രിയിൽ തൻ്റെ കൈ നിവർത്തും, പകലിൽ ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി. അള്ളാഹു പകലിൽ തൻ്റെ കൈ നിവർത്തും, രാത്രിയിൽ ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി. ലോകാവസാനം വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യണമെങ്കിൽ ഒരു സമയമൊന്നുമില്ല, ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ അള്ളാഹു പ്രാർത്ഥനകൾ കേൾക്കും എന്ന് പഠിപ്പിച്ച ചില സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ആ സന്ദർഭങ്ങളിൽ മാത്രമല്ല ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക, ഏത് സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കാം. അല്ലെ സഹോദരങ്ങൾ, നമുക്കൊക്കെ ഒരു പേഴ്സണൽ ടൈം ഉണ്ടാകും. നമുക്ക് ഏറ്റവും അധികം നമുക്ക് ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയുന്ന സമയങ്ങൾ ഉണ്ടാകും. ആ സമയങ്ങളിൽ ദീർഘമായി അള്ളാഹുവിനോട് സംസാരിക്കണം. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണം, ദീർഘമായി സംസാരിക്കണം. രാത്രിയൊക്കെ എഴുന്നേറ്റ് നമ്മൾ നമസ്കാരത്തിന് ശേഷമൊക്കെ ദീർഘമായി അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ട് സഹോദരങ്ങളെ, മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത ഊർജം. ആരോടാണ് നമുക്ക് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ധൈര്യമായി പറയാൻ കഴിയുക? അള്ളാഹിനോടല്ലാതെ ആരോടെങ്കിലും പറ്റുമോ? നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് നമുക്ക് പറയാൻ കഴിയോ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ, ഞാൻ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ധൈര്യമായി പറയാൻ കഴിയോ? വേറൊരാളോ അറിയില്ല എന്ന് വിചാരിച്ച് പറയാൻ കഴിയോ? ഒരാളോടും കഴിയില്ല. പക്ഷെ അള്ളാഹിനോട് പറയാം, പടച്ചോനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്, അള്ളാഹ് നീ അത് പുറത്തു തരണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. ആ ഒരു പശ്ചാത്താപ മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് തണുപ്പില്ലാത്ത വെള്ളമല്ലല്ലോ, തണുപ്പില്ലാത്ത വെള്ളമല്ലല്ലോ. നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ 10 വയസ്സാകുമ്പോൾ നമസ്കാരത്തിന്റെ പേരിൽ ഒരാളെയും അടിക്കേണ്ട അവസ്ഥയുണ്ടാകില്ല. മറിച്ച് അവർ കൃത്യമായി നമസ്കാരം ശീലിച്ചിരിക്കുമെന്നാണ്. നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ മക്കളെ കൂടെ കൊണ്ടുവരണം. നമസ്കാരത്തിന് സ്വഫുകളായി മക്കളെ നിർത്തണം. അവർ നമസ്കാരം കണ്ടുപഠിക്കണം. അവർ നമസ്കാരത്തെ കുറിച്ച് അറിയണം. അതിനുള്ള പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കണം. ചെറിയ കുട്ടികൾ നിസ്കരിക്കാൻ വരുമ്പോൾ നമ്മൾ അവരെ തട്ടിയിടാണ്. എന്താണ്, നീയൊന്നും നിസ്കരിക്കാനായിട്ടില്ല, ഇങ്ങനെയല്ല നിസ്കരിക്കേണ്ടത്, ഒതുകൊടുത്ത് വരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ബാധ്യതകൾ അവരുടെ ചുമലിൽ ചുമത്തിക്കൊണ്ട് അവരെ മാറ്റി നിർത്തും, അകറ്റി നിർത്തും. മക്കളെന്താ വിചാരിക്കാരോ? ഈ നിസ്കാരം എന്ന് പറഞ്ഞാല് നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത എന്തോ ആണെന്നാണ്. പിന്നെ ആ കുട്ടികളെ നമസ്കാരത്തിന് കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ ദീർഘമായി കിടക്കുന്നു. ആളുകളോട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു,
അപ്പോഴാണ് പേരക്കുട്ടികൾ പുറത്തു കയറിയിരുന്നത്. പേരക്കുട്ടികൾ നമസ്കരിക്കുമ്പോൾ പുറത്തു കയറിയിരുന്നു. അവരെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിറങ്ങുന്നത് വരെ സുജൂദിൽ തന്നെ കിടക്കുകയാണ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, നമ്മളെങ്ങാനും നിസ്കരിക്കുമ്പോൾ, പാപ്പ നിസ്കരിക്കുമ്പോൾ ഒരു കുട്ടി എങ്ങാനും അങ്ങനെ കയറിയുണ്ടല്ലോ, ആ കുട്ടിക്ക് പിന്നെ നിസ്കാരം കാണുമ്പോൾ പേടിയായിരിക്കും. കാരണം ആ രൂപത്തിലായിരിക്കും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക. അല്ലേ, നിസ്കരിക്കുമ്പോഴാണോ പിന്നെ മേത്ത് കയറി ഇരിക്കല്, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോഴാണോ അവിടെ അടുത്ത് വന്ന് നിൽക്കല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ അധിക്ഷേപിച്ച് ആട്ടിയോടിക്കും. അങ്ങനെയല്ല, നമ്മൾ അവരെ കൂടെ നിർത്തി അവർ നമസ്കാരം പഠിപ്പിക്കണം. അത്രയും പ്രധാനപ്പെട്ട കർമ്മമാണ് നമസ്കാരം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നമസ്കാരം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവര് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് ഈ വിഷയത്തിലാണ്, നിസ്കാരത്തിലാണ്. അതിൽ അവർ പരാജയപ്പെട്ടു. അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഷയങ്ങളിലും അവർ പരാജയപ്പെടും എന്നാണ്. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ അതിൻ്റെതായ പ്രാധാന്യം നമ്മൾ നൽകണം. നാലാമത്തെ കാര്യം, മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ പരിഗണിച്ചു കൊടുക്കണം. നമ്മൾ ഒരിക്കലും നമുക്ക് അർഹമല്ലാത്തതിലേക്ക് നമ്മൾ പോകരുത്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ തട്ടിപ്പറിക്കരുത്. നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബികളോട് ചോദിച്ചു, ആരാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് കേട്ടതാണ് നമ്മൾ. ആരാണ് മുഫ്ലിസ്? മുഫ്ലിസ് എന്ന് പറഞ്ഞാല് ഒന്നുമില്ലാത്ത ആള്. നമ്മൾ ആയവെന്ന് പറയലോ. അങ്ങനെ പാപ്പരായ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ പറഞ്ഞത് നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ കയ്യിൽ ഒന്നുമില്ലാത്ത, ഒരു ദിർഹമോ അല്ലെങ്കിൽ ഒരു ദീനാറോ ഇല്ലാത്തവനാണ് മുഫ്ലിസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാ വസിയാം വസകാത്ത്. എൻ്റെ സമൂഹത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? അവന് നിസ്കരിച്ചിട്ടുണ്ട്, പരലോകത്ത് വരുമ്പോ അയാൾ നിസ്കരിച്ചവനായിരിക്കും, നിസ്കാരം ഉണ്ടാകും, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ടുണ്ട് അവൻ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? അവനെല്ലാം ചെയ്തിട്ടുണ്ട്. അവൻ മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിപ്പറിച്ച് നേടിയെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളെ അടിച്ചിട്ടുണ്ട്, അവരുടെ രക്തം ചിന്തിയിട്ടുണ്ട്. ഇങ്ങനെ മറ്റുള്ള ആളുകളെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചോൻ എന്താ ചെയ്യാന്നറിയോ? ഇവൻ ചെയ്ത നമസ്കാരം, നീ മറ്റാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് നിന്റെ നിസ്കാരം അയാൾക്ക് പോട്ടെ, അയാൾക്ക് ആ പുണ്യം കിട്ടി. നീ മറ്റവന്റെ മുതല് അപഹരിച്ചിട്ടില്ലേ, നിനക്ക് അവകാശമില്ലാത്ത സ്വത്ത് നീ കൈവശപ്പെടുത്തിയിട്ടില്ലേ, അതുകൊണ്ട് നിന്റെ സക്കാത്തിന്റെ പുണ്യം അയാൾക്ക് എടുക്കട്ടെ. നീ മറ്റുള്ളവനെ അടിച്ചിട്ടില്ലേ, നീ അവനെ വേദനിപ്പിച്ചിട്ടില്ലേ, അതുകൊണ്ട് നിന്റെ നോമ്പിന്റെ പുണ്യം അയാൾക്ക് കൊടുക്കട്ടെ. ഇങ്ങനെ പടച്ചോനെ വീതിച്ചു കൊടുക്കും. ഇയാൾ ചെയ്ത ഓരോ തെറ്റുകൾക്കും, ഇയാൾ ചെയ്ത ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ള നിലക്ക് പടച്ചോൻ ഇതിനെ വീതിച്ചു കൊടുക്കും. ഇയാളടുത്ത് ഒന്നും ഉണ്ടാവില്ല. ഇതാണ് സൽക്കർമ്മം ചെയ്ത ആളവസ്ഥ. അപ്പൊ ഇതൊന്നും ഇല്ലാതെ പോയ ആളവസ്ഥ എന്തായിരിക്കും? ഇതില്ലാതെ പോയി കഴിഞ്ഞാൽ നിസ്കാരമില്ല, നോമ്പുമില്ല, സക്കാത്തുമില്ല എന്ന ഇതേപോലെ എല്ലാം ചെയ്ത വ്യക്തിയാണ് എങ്കിൽ പടച്ചോൻ എന്താ ചെയ്യുന്നറിയോ? ഞാൻ ആരെക്കുറിച്ചാണോ മോശമായി സംസാരിച്ചിട്ടുള്ളത് അയാളുടെ തെറ്റുകൾ, അതിൻ്റെ കുറ്റം എനിക്ക് കിട്ടും. ഞാൻ ആരുടെ പണമാണോ മുതലാണോ അപഹരിച്ചിട്ടുള്ളത് അയാളുടെ പ്രശ്നങ്ങൾ, അയാളുടെ കുറ്റങ്ങൾ എനിക്ക് കിട്ടും. ഇങ്ങനെ അവരുടെ കുറ്റങ്ങളൊക്കെ എനിക്കിങ്ങനെ വരും എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് വിചാരണയിൽ വിജയിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾ അപഹരിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കത് തിരിച്ചു കൊടുക്കണം. മറ്റുള്ള ആളുകളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരോട് മാപ്പ് പറയണം. അതിലൊന്നുമില്ല, ഒരു കുറവുമില്ല. അവരോട് ക്ഷമ ചോദിക്കണം. അങ്ങനെ അവരോട് വിട്ടുതരുവാൻ വേണ്ടി, വിട്ടുവീഴ്ച ചെയ്തു തരാൻ വേണ്ടി അവരോട് പറയണം. ആ രൂപത്തിലേക്ക് മാറാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല സ്വഭാവത്തിന്റെ ഉടമയായി മാറുമ്പോഴാണ്
തീർച്ചയായും നമുക്ക് പരലോകത്ത് വിചാരണയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടെ സ്ഥിരതയോടുകൂടെ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന്. പടച്ചോനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ സമയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ വിഷയം കൂടുതൽ വിശദീകരിക്കാതെ ഇതിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് വിചാരണയിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹൃദയവിശുദ്ധിയോടുകൂടെ, നമസ്കാരം കൃത്യമായി നിർവഹിച്ചുകൊണ്ട്, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട്, മറ്റുള്ള ആളുകളുടെ അവകാശങ്ങളിൽ ഇടപെടാതെ, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് വിചാരണയിൽ വിജയിക്കുവാൻ നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ കൃത്യമായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നു മുതൽ നമ്മുടെ നമസ്കാരം കൃത്യമാക്കണം. ഇന്നു മുതൽ, അത് നാളെ മുതലല്ല, ഇന്നു മുതൽ കൃത്യമായി നമസ്കരിക്കണം. 5 വക്ത് നമസ്കരിക്കണം. അതോടൊപ്പം തന്നെ രാത്രി നമസ്കാരം ശീലിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. ഏത് തെറ്റുകൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കയറി വരുമ്പോഴും അതൊക്കെ ഞാൻ ആ തെറ്റ് ചെയ്താൽ എൻ്റെ വിചാരണയെ അത് ബാധിക്കും, ഞാൻ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യാൻ കഴിയണം. എന്താ പറയുക, നമുക്ക് ഖുർആൻ പാരായണം നമുക്ക് മിസ്സായി പോകാനുള്ള ഒരു കാരണം, നമ്മളിത് എപ്പോഴാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു സമയം, ഇപ്പോൾ സുബൈ നമസ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 10 മിനിറ്റ് ഖുർആൻ പാരായണം ചെയ്യും എന്നൊരു ശീലം നമുക്കുണ്ടെങ്കിൽ സുബൈ നമസ്കാരം കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യും? ഖുർആൻ പാരായണം ചെയ്യും. അല്ലെങ്കിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ ഒരു പേജെങ്കിലും ഒരു ദിവസം പാരായണം ചെയ്യും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പാരായണം കൃത്യമായി നടക്കും. അതേപോലെ ദിക്റുകൾ, ദുആകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ സഹകരിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ നല്ല സ്വഭാവമായിരിക്കണം. വീട്ടിൽ നല്ല സ്വഭാവമായ ആകുന്ന ആളുകൾക്ക് നാട്ടിലും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറാൻ കഴിയുള്ളൂ. ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട്, മാതാപിതാക്കളോട്, മക്കളോട്, അവരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുവാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ഏതായിരുന്നാലും ദീൻ എന്നുള്ളത് അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആ ദീനിന് വിരുദ്ധമായ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും വിചാരണയിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങൾ ഒരുമിപ്പിക്കണമേ. അല്ലാഹുവേ, പാപങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മുഴുവൻ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന അടിമകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അടിമകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന നിന്റെ അടിമകളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, സ്വതക്കകളും മറ്റു ദാനധർമ്മങ്ങളുമൊക്കെ ചെയ്യുന്ന നിന്റെ അടിമകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗുഫ്റിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.